ഹലോ ക്യൂട്ടീസ്. അപ്പോൾ ഇന്ന് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഓറഞ്ച് പെയിൻറ്റ് ചെയ്താലോ? ഇതിൻ്റെ ഷോർട്സ് ഓളോ നിങ്ങൾ കണ്ടു കാണല്ലോ. അപ്പം നമ്മൾ വരയ്ക്കാൻ പഠിച്ചല്ലോ. പല തെറ്റുകളും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യം പഠിക്കുന്നത്. അപ്പോൾ അതിലുള്ള തെറ്റുകളോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. ഫസ്റ്റ് തെറ്റെന്ന് പറയുന്നത് ഇവിടെയാണ് സംഭവിക്കുന്നത്. നമ്മളെപ്പോഴും ഔട്ട്ലൈൻ വളരെ ലൈറ്റായിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈൻസൊക്കെ നമ്മൾ ഡാർക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മളത് എറേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പാടെല്ലാം വരും. പിന്നെ അത് വളരെ ബുദ്ധിമുട്ടാകും കളർ ചെയ്യുമ്പോഴത്തേന്. അപ്പോൾ ഔട്ട്ലൈനൊക്കെ ഏകദേശം വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള കളറ് എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത് അതുപോലെയുള്ള കളറാണ് ഇതിനകത്ത് വെക്കുന്നത്. സത്യത്തിൽ ഇതുമായിരിക്കും എല്ലാവർക്കും കളർ, പക്ഷേ ഞാൻ അക്രിലിക് വെച്ച് കളർ ചെയ്യാൻ ശ്രമിക്കണം. സെക്കൻഡ് തെറ്റെന്നാണ് ഇവിടെയാണ് സംഭവിച്ചത്. അപ്പോൾ എപ്പോഴും കളർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോട്ടെന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ള കോട്ടായിരിക്കണേ. ഇല്ലെങ്കിൽ നമ്മൾ ഡാർക്ക് കോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ലൈറ്റാക്കാൻ വളരെ ബുദ്ധിമുട്ടും. അപ്പോൾ എനിക്ക് സംഭവിച്ചത് അതായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഡാർക്ക് അങ്ങ് അടിച്ചു പോയി. പിന്നെ മനസ്സിലാക്കിയ പിന്നെ ഈ വാട്ടർ കളർ പോലെ അല്ലല്ലോ ഈ അക്രിലിക് കളർ. അപ്പോൾ അക്രിലിക് കളർ എപ്പോൾ നമ്മൾ അടിച്ചാലും പിന്നെ അത് നമ്മൾ എറേസ് ചെയ്തോ അല്ലെങ്കിൽ ലൈറ്റ് ആക്കാൻ ശ്രമിക്കണം, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ലൈറ്റ് കളർ ആദ്യം ചെയ്യണേ. നിങ്ങൾ വാട്ടർ കളറാണെങ്കിലും അക്രിലിക് കളറാണെങ്കിലും ഇത്രയും ഡാർക്ക് ചെയ്യേണ്ട, ഇച്ചിരി ലൈറ്റ് ആക്കുക. പിന്നെ ലൈറ്റ് ആക്കണേ വെള്ളം കൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലൈറ്റ് ആക്കുന്നത്, അറിയാമല്ലോ. വാട്ടർ കളറാണെങ്കിൽ വാട്ടർ യൂസ് ചെയ്തിട്ട് അപ്പം അതിന് ഔട്ട്ലൈൻ ഏകദേശം വരച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആ ഓരോ 3Dയിൽ അത് കാണും, നമുക്ക് എന്തൊക്കെ അതിനകത്ത് ലൈൻസുകൾ നമ്മൾ ഈ അതിനകത്തുള്ള ത്രെഡ് പോലെ സ്ട്രക്ചേഴ്സൊക്കെ വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ അതിന് ഡാർക്കിനും ലൈറ്റിനുമായിട്ടുള്ള ഷെയ്ഡ് ചെയ്യത്തില്ല, അതിനുള്ള സ്പേസ് നമ്മൾ അതിനകത്ത് വിട്ടേക്കണം കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനിയും നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും നമുക്ക് ലൈറ്റ് ഷെയ്ഡ് അടിക്കണം, ഡാർക്ക് ഷെയ്ഡ് അടിക്കണം. അപ്പം ലൈറ്റ് എവിടെയാണോ നമ്മൾ ഇതിനകത്ത് അടിക്കുന്നത് അവിടെ ഭാഗം ലൈറ്റ് ആയിരിക്കും, മറ്റു സൈഡ് എന്ന് പറയുന്നത് ഡാർക്ക് ഷെയ്ഡ് അടിക്കും. ഡാർക്ക് ഷെയ്ഡിന് നിങ്ങൾ ഇച്ചിരി നമ്മൾ നേരത്തെ, അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത് ഇച്ചിരി ലൈറ്റ് ഷെയ്ഡ് ഫസ്റ്റ് കോട്ട് അടിക്കാമെന്ന്. അപ്പം ഞാൻ ആദ്യമേ ഡാർക്ക് അടിച്ചുകൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് കാണും. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കോട്ടിങ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കോട്ടിങ് അടിക്കുക. അപ്പം നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. പിന്നെ നമുക്ക് ബാക്കി ലൈറ്റ് ഷെയ്ഡ് നമ്മൾ ഇച്ചിരി മഞ്ഞ, അത് യെല്ലോ കളറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ. ഇതൊക്കെ ഞാനും ആദ്യമായിട്ട് അവർക്ക് എനിക്ക് നമ്മൾ കണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേന് തെറ്റുകൾ മനസ്സിലാക്കി ചെയ്യാം. അപ്പം ഓരോ പ്രാവശ്യം ഞാൻ ഇത് തെറ്റൊന്നും ഞാൻ കട്ട് ചെയ്യാതെ കാണിക്കുന്ന വെച്ചാൽ നമ്മൾ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് തെറ്റ് സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മൾ ശരികൾ മാത്രം കാണിച്ചാൽ പിന്നെ തെറ്റെങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഒരു 3D സ്ട്രക്ചർ, നമ്മളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള നിങ്ങൾക്കറിയാലോ ഷേപ്സ് എന്ന് പറഞ്ഞാൽ 2D ഷേപ്പും 3D ഷേപ്പും. 2D ഷേപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഏതെങ്കിലുമൊക്കെ നമ്മുടെ സ്ക്വയറും റെക്റ്റാങ്കിളൊക്കെ. അപ്പോൾ 3D ഷേപ്പിനകത്ത് നമ്മൾ അതിനകത്ത് പ്രിസം പോലെ ഓരോ സ്ട്രക്ചർ ഇങ്ങനെ തരത്തിൽ വിടുക. ആ പ്രിസം എന്നുള്ള സ്ട്രക്ചർ എന്ന് പറയുമ്പം നിങ്ങൾ 3D ഷേപ്പ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ കോർണേഴ്സ് നമ്മൾ കാണണം, ഇല്ലേ? ക്യൂബ് ഷേപ്പ് ആണെന്നല്ലേ. ഇപ്പോൾ ക്യൂബ് എന്ന് പറയും സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒത്തിരി വ്യത്യാസമില്ലേ. അപ്പോൾ അതൊക്കെയാണ് 3Dയും 2Dയും തമ്മിൽ വ്യത്യാസം. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഓറഞ്ചിൻ്റെയും കൂടെ ഷേപ്പ് കൊടുക്കുകയാണ്. പിന്നെ ഈ അതിൻ്റെ തൊലിയിലെ വെളിയിലത്തെ കവറിങ്, അതാണ് നമ്മൾ ഇച്ചിരി കൂടെ കൂടുതൽ ഡാർക്കായിട്ട് കാണിക്കുന്നത്. പിന്നെ ഒരു ഡിഫറൻസ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ നോക്കി റെഫറൻസ് ചെയ്ത പിക്ചർ എന്ന് പറയുന്നത് സത്യത്തിൽ ഇവിടുത്തെ ഓറഞ്ച് അല്ല കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ഓറഞ്ചും നമ്മുടെ വെളിയിലുള്ള ഓറഞ്ചും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി കേട്ടോ. നമ്മുടെ ഓറഞ്ചിന് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ്, പക്ഷേ ഞാൻ കണ്ട ഓറഞ്ച്, അവിടുത്തെ ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഓറഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഷെയ്ഡാണ് ഞാൻ വെച്ചത്. സത്യത്തിൽ നമുക്കൊരു ലൈറ്റ് ഓറഞ്ച് വെച്ചാൽ മതിയായിരുന്നല്ലേ. അപ്പം നമ്മുടെ റെഫറൻസ് വെച്ച് നമ്മൾ വരയ്ക്കുന്നത് നമുക്ക് തെറ്റും. അപ്പം നമ്മൾ കൂടുതൽ ഡാർക്ക് വരണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഷെയ്ഡ് വയ്ക്കുക. ഇനി നമ്മളൊരു ഫുള്ളായിട്ടുള്ള ഓറഞ്ചിനെയാണ് നമ്മൾ അടുത്ത് വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയായിട്ട് നമ്മൾ ലൈറ്റും ഡാർക്കുമായിട്ട് കുറച്ച് ഷെയ്ഡുകൾ നമ്മൾ ഇങ്ങനെ ഒന്ന് വരച്ചല്ല, ഇങ്ങനെ ഒന്ന് തൊട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഞാനിപ്പോൾ ആദ്യ തുടക്കത്തിൽ ലൈറ്റും ഡാർക്കും ഡാബ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈറ്റാക്കാൻ ബുദ്ധിമുട്ടും. പിന്നെ ഈ കോർണറിനകത്തുള്ള പെയിൻറ്റ് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. എനിക്കും പറ്റിയാണ്ടോ ഇങ്ങനെ പോവും. അത് നമ്മൾ ഇച്ചിരി പ്രാക്ടീസാണ് നമ്മൾ ശരിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം കണ്ടില്ലേ അതിൻ്റെ 3D എഫക്റ്റ് എവിടെയാണ് വരുന്നത് അവിടെ ഇച്ചിരി ലൈറ്റും ഡാർക്കും കൂടുതൽ നമ്മൾ അതിനെ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ പിക്ചർ 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴേ ഉള്ളൂ എനിക്ക് ശരിയാത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പെയിൻറ്റിങ് വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എനിക്ക് പെയിൻറ്റിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നതിനൊക്കെ പോലെ അല്ല, പെയിൻറ്റിങ്ങിന് ഇച്ചിരി കൂടെ കൂടുതൽ കോൺസെൻട്രേഷൻ വേണം, ഇച്ചിരി സമയം എടുക്കുകയായിട്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടി ആയതുകൊണ്ട് നമ്മളതങ്ങ് ചെയ്യുക. അപ്പം നമ്മൾ ഏകദേശം ആ ഫുള്ളായിട്ടുള്ളതിനെ വരച്ചെടുക്കുമ്പോൾ നടുക്ക് നമ്മുടെ ഞെട്ടെന്ന് പറയുന്ന സാധനമില്ല, അതിൻ്റെ ആ ഭാഗമാണ് വരച്ചു കൊടുക്കുന്നത്. അതിന് അവിടെ കൂടുതലാണ് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നത്.
അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ ആ ഒരു ഓറഞ്ച് എങ്ങനെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ആ പ്ലെയിനായിട്ട് വിട്ടിരിക്കുന്ന ഭാഗം നമ്മൾ ലൈറ്റ് ഷെയ്ഡ് അടിക്കാൻ വേണ്ടിയാണ്. അതിന് നമ്മൾ യെല്ലോ മിക്സ് ചെയ്ത് അടിക്കാം. യെല്ലോ ഇച്ചിരി ഒരു വൈറ്റ് കൂടി മിക്സ് ചെയ്ത് അങ്ങനെ ലൈറ്റ് ലെയറായിട്ട് അടിക്കുക. ഇതിപ്പം വാട്ടർ കളർ ആയിരുന്നെങ്കിൽ വാട്ടർ കളറിന് നമുക്ക് ഇച്ചിരി കൂടി ലെയേഴ്സ് കൊടുക്കാൻ പറ്റും. അക്രിലിക് കളേഴ്സിന് ഇത്രയും ലെയേഴ്സ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇനി ഒരെണ്ണം ഒന്ന് ഉണങ്ങിയിട്ട് അടുത്തതിനകത്ത് നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുക. ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത കോട്ട അടിക്കുമ്പോഴത്തേനും അതെല്ലാം കൂടെ കുളമായിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഈ കാണുന്ന വെള്ള ഭാഗമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം. നമ്മൾ ഈ വെള്ള പെയിൻറ്റ് അടിക്കുന്നത് അതിനൊരു ഷൈനി ഇഫക്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം ദൂരത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണത്തില്ലേ, നമ്മൾ ഏതൊരു സാധനത്തിൻ്റെ ഇമേജ് കാണുമ്പോൾ അതിന് ചെറിയ ലൈറ്റായുള്ള വൈറ്റ് സ്പോട്ട് കാണത്തില്ലേ, അതാണ് അതിനെ ഒരു ഷൈനി ഇഫക്റ്റ് ആക്കുന്നത്. അപ്പോൾ എപ്പോഴും നോണ്ടില്ലേ ഈ മുറിച്ച ഓറഞ്ച് അല്ലെങ്കിൽ നാരങ്ങയൊക്കെ വരയ്ക്കുമ്പോൾ ഇച്ചിരി ഒരു വെള്ള സ്പേസ് ആ തൊലി കഴിഞ്ഞിട്ട് ആ ഓറഞ്ചിൻ്റെ തൊലി കഴിഞ്ഞിട്ട് വിട്ടേക്കണേ. ഇനി നമ്മൾ ഇച്ചിരി കൂടെ ഒരു ശകലൽ ഗ്രീനൊക്കെ വെച്ച് അതിനൊക്കെ നമുക്ക് കാണുമ്പോൾ ഓറഞ്ച് എങ്ങനെയാണ് അതുപോലെ ഉണ്ടാക്കുക. ഇനി നമ്മൾ ഓറഞ്ച് അതിനെ പൊളിച്ച് വെച്ച് കഴിയുമ്പോഴത്തേന് എങ്ങനെയാണ് അതിൻ്റെ അല്ലികൾ അതുപോലെയാണ് അടുത്ത് കാണിക്കുന്നത്. അത് ഫുള്ളായിട്ട് ഒരെണ്ണം സിംഗിളായിട്ടുള്ളതായിട്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഓരോ ഇതും കാണിക്കാൻ വേണ്ടി അകത്ത് ഇങ്ങനെ ഇവിടെ ഈ ഓറഞ്ചിൻ്റെ അകത്തെ ഭാഗങ്ങൾ നമ്മുടെ തൊലിയെക്കാട്ടിലും ഇച്ചിരി കൂടെ കളർ കുറഞ്ഞായിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ കാണുമ്പോൾ ഒന്ന് മനസ്സിലാവുമല്ലോ, ഞാനിതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പല തെറ്റുകളും നമ്മൾ സംഭവിക്കുന്നുണ്ട്. സാരമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് പഠിച്ചോ. ഓരോ ഫ്രൂട്ടിനും ഫ്രൂട്ടിൽ തന്നെ ഓരോ കാര്യത്തിനും ഓരോ രീതികളും ഓരോ കളർ മിക്സിങ്ങാണ്. അപ്പോൾ ഏകദേശമൊക്കെ എനിക്ക് ഈ ഓറഞ്ച് ഫുള്ളായിട്ടും ഹാഫായിട്ടും മുറിച്ചതിനെക്കാട്ടും എനിക്കിഷ്ടപ്പെട്ടത് ഈ ഓറഞ്ച് എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ വെക്കത്തില്ലേ, അതും ആ അല്ലിയുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അത് ഞാൻ മറ്റേ രണ്ടെണ്ണം വരച്ചപ്പോൾ കണ്ട തെറ്റുകളിൽ നിന്ന് മനസ്സിലാക്കിയ ഇത് വരച്ച് തുടങ്ങിയത്. അപ്പോൾ ഇതെനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ സാരമില്ല, ഇങ്ങനെയൊക്കെയല്ലേ വരയ്ക്കുന്നതല്ലേ. അപ്പം നിങ്ങൾക്ക് പെയിൻറ്റിങ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ അടുത്തതിൻ്റെ ഒക്കെ ഒന്നും വിടാറുണ്ട്. അപ്പം ഇതിൻ്റെ ഞാൻ ഫുള്ളായിട്ട് ഒത്തിരിയായിട്ട് ഡീറ്റെയിൽ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. അപ്പം നിങ്ങളൊന്ന് നോക്ക്. എന്തായാലും നമ്മൾ ഏകദേശമൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഇച്ചിരി ടച്ചപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ടച്ചപ്പിനകത്ത് നമ്മുടെ ആ വെള്ള ത്രെഡ് കാര്യങ്ങൾ വരച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ ഷാഡോ വരച്ചു കൊടുക്കുക. ഇതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പം ഷാഡോ വരയ്ക്കുമ്പോഴും നമുക്കറിയാവും, ഞാൻ പല വീഡിയോകൾ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഒത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ പെയിൻറ്റിങ്ങിന് പറ്റുന്ന തെറ്റുകൾ ഞാനിങ്ങനെ കാണിച്ച് നിങ്ങളെ വരച്ച് കാണിക്കുക. അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റാതിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ കുഞ്ഞു വൈറ്റ് കാര്യങ്ങൾ കാണത്തില്ല. അതാണ് നമ്മൾ ഈ വൈറ്റിൽ. അപ്പോൾ വൈറ്റും പിന്നെ ഒത്തിരി വൈറ്റ് ഇടല്ലേ. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പേനയില്ലേ, ജെല്ലിൻ്റെ ഇത്, അതുകൊണ്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആ പേന ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് പെയിൻറ്റ് പെട്ടെന്ന് തന്നെ ഒത്തിരി കൂടുതലാകുകയും ചെയ്യും. അത് കുറയ്ക്കാനും ഇച്ചിരി ബുദ്ധിമുട്ട്. പക്ഷേ സാരമില്ല, നമ്മളിങ്ങനെ ചെയ്തോളും അല്ലേ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പെയിൻറ്റിങ് ഏകദേശമായിട്ടുണ്ട്. ഇനി നമ്മൾ ഷാഡോ വരയ്ക്കുകയാണ്. ഷാഡോ വരയ്ക്കുമ്പോഴത്തേന് ഈ ഗ്രീനും ഓറഞ്ചും ഒക്കെ മിക്സ് ചെയ്താണ് ഞാൻ ഷാഡോ കൊടുത്തത്. വേറെ വല്ല ഷാഡോ കൊടുക്കാൻ പറ്റുമായിരിക്കും, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ കണ്ടത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വരച്ചിട്ടുണ്ട്. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം, മറക്കല്ല കേട്ടോ.